എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. സൂപ്പർ നോട്ട്സ് ഇപ്പോൾ ഒരു റെവല്യൂഷനുമായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അതായത് ഇപ്പോൾ 7 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ആണ് ഇതാ വരാൻ പോകുന്ന ഡിസംബറിൽ. ഒന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്, രണ്ടാമത്തേത് SBCID, മൂന്നാമത്തേത് എക്സൈസ് ഇൻസ്പെക്ടർ, നാലാമത്തേത് സബ് ഇൻസ്പെക്ടർ, അഞ്ചാമത്തേത് അസിസ്റ്റന്റ് ജയിലർ, ആറാമത്തേത് നാഷണൽ സേവിങ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഏഴാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്. അങ്ങനെ 7 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് എന്നാണ്, എത്ര അഡ്വൈസ് പോയി, അതെല്ലാം ഇതിനു മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഷോ ഞാൻ ചെയ്തിട്ടുണ്ട് യൂട്യൂബിനകത്ത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് കയറി നോക്കാം, ഫുൾ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള റെവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതിലെ പ്രധാനപ്പെട്ട എക്സാംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, രണ്ടാമത്തേത് സബ് ഇൻസ്പെക്ടർ, മൂന്നാമത്തേത് എക്സൈസ് ഇൻസ്പെക്ടർ. അങ്ങനെ പ്രധാനപ്പെട്ട എക്സാംസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള റെവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഈ 7 എക്സാമിനും കോമൺ പ്രിലിംസ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് മെയിൻസിലേക്ക് പോകുമ്പോൾ അവിടെ മെയിൻസിന്റെ സിലബസ് എന്തായിരിക്കും, ഓരോന്നിനും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കേസ് നോക്കുകയാണെങ്കിൽ അവിടെ പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് മെയിൻസ് ആണ്. മെയിൻസിനകത്ത് 2 പേപ്പർ ഉണ്ട്, പേപ്പർ 1, പേപ്പർ 2. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ ആണ്. അത് കഴിഞ്ഞ് സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ മറ്റൊരു തരത്തിലാണ്, എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ മറ്റൊരു തരത്തിലാണ്. അങ്ങനെ ഓരോന്നും ഡിഫറെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പ്രിലിംസ് പാസ്സായി മെയിൻസിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും മെയിൻസ് ടോപ്പിക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് കിട്ടും. ഫ്രീ ആയിട്ട് മീൻസ് എങ്ങനെയാണ്? അപ്പോൾ ആ സമയത്ത് നമ്മൾ മെയിൻസിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സബ് ഇൻസ്പെക്ടറിന് ഒരു ബാച്ച് കാണും, എക്സൈസ് ഇൻസ്പെക്ടറിന് മറ്റൊരു ബാച്ച് കാണും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ മറ്റൊരു ബാച്ച് കാണാം. ഇതിലെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ, അതായത് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന അതേ കാശിന്, സെയിം എക്സ്ട്രാ എമൗണ്ട് അല്ലാതെ ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ എല്ലാ മെയിൻസ് ബാച്ചുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെയിൻസ് വരുന്നത് സെക്രട്ടേറിയറ്റിന്റെ ക്ലാസ് മാത്രമല്ല നമ്മൾ തരുന്നത്. അവിടെ നിങ്ങൾ ഉറപ്പായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ, അവിടെ ആണെങ്കിലല്ല ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സബ് ഇൻസ്പെക്ടർ അതിനേക്കാളും താഴെയായിരിക്കും കട്ട് ഓഫ് വരുന്നത്, എക്സൈസ് ഇൻസ്പെക്ടർ അതിനേക്കാളും താഴെയായിരിക്കും കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എക്സ്ട്രാ 1 രൂപയുടെ പോലും ആവശ്യം വരത്തില്ല. അങ്ങനെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാം ബാക്കി എല്ലാത്തിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ മാത്രം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മൾ മാത്രം ഫസ്റ്റ് കൊണ്ടുവരുന്ന കാര്യം. സോ ഒറ്റ പാക്കേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് പ്യുവർ ആയിട്ടുള്ള, അടിവരയിട്ട് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റിന്റെ മാത്രം, അതായത് ആ റേഞ്ചിലുള്ള ഡിഗ്രി ലെവലിന്റെ ആ റേഞ്ചിലുള്ള കണ്ടന്റ്, ആ റേഞ്ചിലുള്ള ഫാക്കൽറ്റീസ്. സോ ഫാക്കൽറ്റീസിനെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ജോഗ്രഫി ഞാനാണ്, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് വന്നിട്ട് പ്രജീഷ് സാറാണ്, മലയാളം വന്നിട്ട് ഷിബിന മിസ് ആണ്, ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഹിസ്റ്ററി വന്നിട്ട് അതുൽ സാറാണ്, ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് അനുലാൽ സാറാണ്, ദെൻ അത് കഴിഞ്ഞ് അതുൽ സാറാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാക്കൽറ്റീസ് മൊത്തം എങ്ങനെയാണ് വരുന്നത്, UPSC ബാക്ക്ഗ്രൗണ്ട്, ആ റേഞ്ചുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ഒരു LD ലെവലിൽ പ്രിപ്പയർ ചെയ്ത ഒരാളാണ് സങ്കല്പിക്കുക. നിങ്ങൾ അത് കഴിഞ്ഞാൽ നേരെ ഒരു ഡിഗ്രി ലെവൽ ബാച്ചിൽ പോയിരിക്കുന്നു, അവിടെ നിങ്ങൾക്ക് ക്ലാസ് വരുന്നു. അവിടെ നിങ്ങൾ നോക്കുമ്പോൾ LD ലെവലിൽ കിട്ടിയ അതേ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടുന്നത്, ആ നോട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. സോ നമ്മളൊരു വലിയ എക്സാമിന് നമ്മൾ ക്രാക്ക് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു വലിയ പ്രിപ്പറേഷൻ നമുക്ക് വേണം, വലിയ മെറ്റീരിയൽസ് നമുക്ക് വേണം, ആ റേഞ്ചുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് വേണം, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമുക്ക് വേണം. അങ്ങനെ എല്ലാമായിട്ട് നമ്മുടെ ഡിഗ്രി ലെവലിന്റെ ഫസ്റ്റ് ബാച്ച് നമ്മളിത് നേടുക തന്നെ ചെയ്തിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഏതാണ്ട് 350+ അവേഴ്സിന്റെ കണ്ടന്റ് പ്രിലിംസും മെയിൻസും ആയിട്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ അടുത്ത് 50+ അവേഴ്സിന്റെ അല്ലെങ്കിൽ 70+ അവേഴ്സിന്റെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്. ദെൻ അത് കഴിഞ്ഞ് UPSC ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഡെയിലി നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, വീക്ക്ലി ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മനുഷ്യ സാധ്യമായതെല്ലാം നമ്മൾ ഈ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കും. മാത്രമല്ല നിങ്ങൾ ബാക്കി എവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിലും അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിഞ്ഞു പോലും എന്ത് ചെയ്യത്തില്ല, നോക്കത്തില്ല. പക്ഷേ നമ്മളങ്ങനെയല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് വേണം.
ഓരോ ആഴ്ചയിലും അവരെന്ത് ചെയ്യും, നിങ്ങളെ കോൺടാക്ട് ചെയ്തിരിക്കും. നിങ്ങൾ പഠിത്തത്തിലൊന്ന് പുറകിലേക്ക് വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങളെ കൈ പിടിച്ച് കൂടെ നിങ്ങളെ കയറ്റിയിരിക്കും. അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്രോപ്പർ മെന്റർഷിപ്പായിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ്സിന്റെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മൺഡേ മുതലാണ്, വരാൻ പോകുന്ന മൺഡേ മുതലാണ് നമ്മൾ പ്രോപ്പറായിട്ട് അതിനകത്ത് എന്ത് ചെയ്യുന്നത്, കണ്ടന്റ് ആഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇത്രയും ദിവസം ഡെമോ ക്ലാസ്സിലാണ് നമ്മൾ അതിനകത്ത് പൊയ്ക്കൊണ്ടിരുന്നത്. പക്കായിട്ടുള്ള കണ്ടന്റ് രീതിക്ക് മൺഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ അവസരം നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ മിസ്സാക്കണ്ട. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട്, അതായത് ഒരു ഡിഗ്രി ലെവൽ ക്ലാസ് ആണ്, മെറ്റീരിയൽസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് അതിൻ്റെ ക്ലാസ്സുകളുടെ ഡെമോ സെഷൻസ് മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വിലയിരുത്താം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി വരുന്നത്, എങ്ങനെയാണ് എക്സാമിനെ ക്രാക്ക് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഇത്രയേ ഉള്ളൂ. നമ്മൾ തരുന്ന വാക്കിതാണ്, മനുഷ്യ സാധ്യമായതെല്ലാം നമ്മൾ ഈ ബാച്ചിനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കും. ഒറ്റ കോഴ്സ്, എല്ലാ മെയിൻസ്, പിന്നെ അത് കഴിഞ്ഞ് പ്രിലിംസ് പക്കയായിട്ട് ക്രാക്ക് ആയിരിക്കും. ഓക്കെ, ഇത്രയുള്ള നമ്മുടെ വാക്കിതാണ്, മനുഷ്യ സാധ്യമായതെല്ലാം നമ്മൾ ഈ ബാച്ചിന് നമ്മൾ നിങ്ങൾക്കായിട്ട് തന്നിരിക്കും. സോ പ്രിപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സൂപ്പർ ആക്കാം. സോ തിങ്കളാഴ്ച മുതൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് കാണാം. താങ്ക് യു ഓൾ, ബൈ.